മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി വിധിയുണ്ട്. ഇന്നുണ്ടാകും. കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിൽ രാവിലെ 10:15 ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാകും വിധി പ്രസ്താവിക്കുക. ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുത ഉണ്ടെന്ന് സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയാൽ മുനമ്പം ഭൂമി വിഷയത്തിലെ വസ്തുതാ അന്വേഷണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാനാകും. കമ്മീഷൻ നിയമനം റദ്ദാക്കിയാൽ ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വിധി കനത്ത തിരിച്ചടിയും ആകും. എന്തായാലും ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, വിശദാംശങ്ങൾ. അനു, ഇന്ന് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് അന്തിമമായി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. പ്രധാനമായും വഖഫ് സംരക്ഷണ വേദി, വഖഫ് സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകളാണ് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെതിരെ അന്ന് തന്നെ രംഗത്ത് വന്നത്. തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. അതിൽ വ്യക്തമാക്കിയിരുന്നത് സർക്കാർ നിയോഗിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു നിയമസാധുതയുമില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സർക്കാർ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അധികാരത്തോടു കൂടിയല്ല, അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടു കൂടിയോ അല്ല, മറിച്ച് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. അതിന്റെ നൽകുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത് അതേപടി നടപ്പിലാക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ജനങ്ങളെ കൂടി കേൾക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുമാണ് ഇത്തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് എന്ന കാര്യമായിരുന്നു സർക്കാർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു തരത്തിലുള്ള നിയമസാധുതയും ഇല്ല എന്നതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ അതിന്റെ അധികാര പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കണം, പൂർണ്ണമായും തന്നെ തടയണം എന്നൊരു ആവശ്യം പ്രധാനമായും വഖഫ് സംരക്ഷണ വേദിയും വഖഫിന് വേണ്ടി വാദിക്കുന്ന വിഭാഗങ്ങളും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നിരവധി സിറ്റിംഗുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയിരുന്നു. വഖഫ് സംരക്ഷണ വേദിയെ കേട്ടിരുന്നു. ഒപ്പം തന്നെ വഖഫ് ബോർഡിന്റെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു, അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു, അവർക്ക് പറയാനുള്ളത് കേട്ടിരുന്നു. ഒപ്പം തന്നെ ഫറൂഖ് കോളേജ്, ഈ ഭൂമി വാങ്ങിയ ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിനിധികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, അവരെ സിറ്റിംഗ് നടത്തി, അവർക്ക് പറയാനുള്ളത് കേട്ടു. ഒപ്പം തന്നെ സമരസമിതി നേതാക്കൾ അടക്കമുള്ളവരെ എല്ലാം തന്നെ കണ്ടുകൊണ്ട് ആ സിറ്റിംഗ് പൂർത്തിയാക്കി നിൽക്കുന്ന സമയത്താണ് ഒരു നിയമ പോരാട്ടത്തിലേക്ക് അത് മാറുന്നതും തുടർന്ന് താൽക്കാലികമായി ഇപ്പോൾ സമിതി മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി ജിജീഷ്.